കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വീട്ടിലെ കിണറ്റിൽ വിഷം കലർത്തിയതായി പരാതി. കിഴുവിലം ഗ്രാമപഞ്ചായത്തിലെ അണ്ടൂർ റഹ്മത്ത് മൻസിലിൽ നസീലയുടെ കിണറ്റിലാണ് കഴിഞ്ഞ ദിവസം വിഷം കലർത്തിയതായി പറയപ്പെടുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ താത്താടെ മോളെ കല്യാണമായിരുന്നു. അപ്പോഴത്തേക്കും മോളെ കല്യാണം നടത്തൂലെന്നും പിന്നെ കല്യാണം മുടക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പയ്യൻ്റെ വീട്ടിൽ പോയി അവിടെ പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ അവരത് ഒന്നും സ്വീകരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് മിനിങ്ങാന്ന് ഇവിടെ വന്നിട്ട് അപ്പുറത്തെ കടയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കത്തിക്കും, കല്യാണത്തിൻ്റെ അന്ന് ഞാൻ ഇവിടെ കത്തിക്കും, അങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചായിരുന്നു. എന്നാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എൻ്റെ താത്താടെ ഭർത്താവിൻ്റെ ചേട്ടൻ 18-ൽ നിൽക്കവേ മുടി വെട്ടാനായിട്ട് കയറി ചെന്ന സമയത്ത് പറഞ്ഞ് എനിക്കൊരു ആംബുലൻസ് വേണം, 3-ാം തീയതി ഒരു 5 പേരെ കൊണ്ടുപോകാനാണ് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും അദ്ദേഹം ബുഹാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വേറെ ആരും അത് കേൾക്കാനായിട്ട് നിന്നില്ല. എന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അല്ലാതെ തന്നെ നേരിട്ട് ഇവിടെ വന്ന് പറയുകയും ചെയ്തായിരുന്നു കൊല്ലുമെന്നുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ പിന്നെ ഞാനിങ്ങനെ തുണിയൊക്കെ കഴുകി കുളിച്ചുകൊണ്ട് നിന്നപ്പം ഭയങ്കര സ്മെല്ല് വെള്ളത്തിന്. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ പെട്രോളോ ഡീസലോ എന്തോ ഒഴിച്ച് കണക്കൊരു സ്മെല്ലാണ് എനിക്ക് അടിക്കണം. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് പിന്നെ വെള്ളത്തിന്, അപ്പം ഞാൻ കുളിമുറി ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വന്ന് വെള്ളത്തിന് എന്തെങ്കിലും സ്മെല്ലുണ്ടെന്ന് നോക്ക്, ആരും കുടിക്കല്ലേ, എന്താണ് വെള്ളത്തിന് വല്ല സ്മെല്ലുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം മണപ്പിച്ച് നോക്കിയപ്പോൾ വന്ന് അവിടെയും വെള്ളം നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ രാവിലെ പിന്നെ ടാങ്കിലുള്ള വെള്ളത്തിലാണ് ചായ ഇട്ടത്. അപ്പോൾ അത് കുടിച്ചപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. രണ്ടാമത് വെള്ളം തീർന്നപ്പോൾ പിന്നും മോട്ടർ ഇട്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് എൻ്റെ നാത്തൂൻ സഹോദരൻ്റെ ഭാര്യ വെള്ളം കുടിച്ച്. അപ്പോൾ അവൾക്ക് ഒരുമാതിരി തൊണ്ട കുരുരുപ്പ് കണക്ക് വന്ന് അവൾ ഓർക്കാനിച്ച് തല ഉറക്കം പോലെ വന്ന് ഛർദ്ദിച്ച്. അങ്ങനെ അവളെ വലിയൊന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. നസീലയുടെ ചെറുമകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് സംഭവം. പുലർച്ചെ നസീലയുടെ മരുമകൾ റംസിയ ഗുളിക കഴിച്ചിട്ട് പൈപ്പിലെ വെള്ളം കുടിച്ചതിനെ തുടർന്ന് അബോധാവസ്ഥയിലാവുകയും ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കിണറ്റിന് സമീപം രൂക്ഷഗന്ധം അനുഭവപ്പെട്ടതും വിഷം കലർത്തിയതായും അറിയാൻ കഴിഞ്ഞത്. റംസിയയെ വലിയകുന്ന് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. നസീലയുടെ മകളും മരുമകനും തമ്മിൽ കഴിഞ്ഞ 1 വർഷമായി കുടുംബത്തെ കൊല്ലുമെന്ന ഭീഷണി ഉൾപ്പെടെ വീട്ടിലെ ഗേറ്റ് തകർത്തതും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അപകീർത്തിപ്പെടുത്തുന്നതുമായ നിരവധി കുടുംബ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ കേസുകളും പരാതികളും നൽകിയിരുന്നു. എന്നാൽ പ്രതിക്കെതിരെ നടപടികൾ വൈകുന്നതായും ആക്ഷേപമുയരുന്നു. ഇന്ന് രാവിലെ ഇവിടെ എത്തുമ്പോൾ കിണറ്റിൽ വല്ലാത്ത സ്മെല്ലും, അതുപോലെ തന്നെ ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു വനിത ആ വെള്ളം ഗുളിക കഴിക്കാൻ വേണ്ടി കുടിക്കുകയും അവർക്ക് വളരെ സീരിയസ് ആയി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് വാർഡ് മെമ്പർ എന്ന നിലയിൽ അധികാരികളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ SI ഇവിടെ വരികയും വന്ന് ഈ വീട് പരിശോധിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞു പോവുകയുണ്ടായി. അതുപോലെ തന്നെ കുറേ കാലങ്ങളായി, ഏകദേശം 1.5 വർഷമായി ഈ വീടിൽ താമസിക്കുന്ന ആളെ പരസ്യമായും രഹസ്യമായും ചൂഷണം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇവരുന്നയിക്കുന്ന പരാതിയിലുള്ള പരാതിക്കാരൻ എന്ന് പറയുന്ന ആള് ഈ വീട്ടിലെ ഇവിടുത്തെ താത്തയുടെ മകളെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. അവരിപ്പോൾ നിയമപരമായി പിരിഞ്ഞു പോയില്ലെങ്കിലും പിണങ്ങി കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കഴിയുന്നത്. അതിൻ്റെ വാശിയിലാണ് ഇദ്ദേഹം 1.5 വർഷമായി ഈ കുടുംബത്തെ ചൂഷണം ചെയ്യുകയും ആക്രമിക്കുകയും കുട്ടികളെ പോലും പഠിക്കാൻ പോകാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വഴികളിലും വെച്ച് കുട്ടികളെ ആക്രമിക്കാൻ പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസവും ഇയാൾക്കെതിരെ കുടുംബം ആറ്റിങ്ങൽ DYSPക്ക് പരാതി നൽകിയിരുന്നു. ചിറയൻകീഴ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ISO അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു. സദാ CCTV ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ, വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ, പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും, കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ്. UK developed curriculum based on London standards.
fashion jewelry, wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.